ഹായ് ഗായ്സ്, അസ്സലാമലൈക്കും. എല്ലാ കുട്ടികൾക്കും നമുക്ക് പുതിയ വീഡിയോ വന്നതാണ്. എന്തൊക്കെ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെ നമ്മളെ ഇന്നലെ വിശേഷം അത് പറഞ്ഞു കൊടുക്കും. ഇന്നെന്താ വിശേഷം അറിയാം. എന്താ അറിയാം, കുട്ടികളെ ചോറ് തിന്നാൻ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ പിന്നെ എന്താ കറി എന്താ? കൈപ്പക്ക. കരിപ്പപ്പ. കൈപ്പക്ക. അപ്പം എനിക്ക് കൈപ്പക്ക ഇഷ്ടമുണ്ടോ? ഇല്ല, ഓനക്ക് കറി വേണ്ട. പിന്നെ നമുക്ക് ഇന്ന് എന്തെങ്കിലും പരിപാടി ഉണ്ടോ? എന്നാ അത് പറഞ്ഞു കൊടുക്കേ. അമ്മച്ചിന്റെ കൂടെയുള്ള ചേച്ചിന്റെ മോന്റെ അല്ലേ, സ്കൂളത്തെ ചേച്ചിന്റെ മോന്റെ കല്യാണാണെന്നല്ലേ. അപ്പൊ ഗെയ്സ് എല്ലാവർക്കും നമുക്ക് കല്യാണത്തിന് പോണ്ടേ. അപ്പോൾ ആ ചേട്ടൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോ ഒക്കെ ഞങ്ങൾ വിട്ടിട്ടുണ്ട് അല്ലേ. നാളത്തെ വീഡിയോയിൽ ചേട്ടനെയും വൈഫിൻ്റെ കൂട്ടിക്കൊണ്ടുവരുന്ന നാളെ. ഇന്ന് കല്യാണമല്ല, ഇന്ന് അതിൻ്റെ കല്യാണ തലേ ദിവസം. അപ്പോൾ നാളെ സ്കൂളിലുള്ളത് കാരണം നിച്ചുമോൻകൂട്ടൊന്നും കല്യാണം കൂടാൻ പറ്റൂലല്ലോ. അപ്പം ഞാൻ അവരെയൊക്കെ കൂട്ടിയിട്ടും ഇക്കാനെ കൂട്ടിയിട്ടൊക്കെ പോവാണെന്ന് കേട്ടോ. ഞാൻ കല്യാണം നാളെയാണ്, ഇന്ന് തലേ ദിവസമായതുകൊണ്ട് ഞാനും കുട്ടികളും ഇക്ക എല്ലാവരും കൂടി ഒന്നിച്ച് പോവാന്ന് കരുതി. കല്യാണത്തിൻ്റെ അന്ന് പിന്നെ ഓലൊന്നും ചോറ് തരാം. കല്യാണത്തിൻ്റെ അന്ന് ഓലിക്ക് വരാൻ പറ്റൂലല്ലോ. അപ്പം നിച്ചുവിനൊക്കെ സ്കൂളാണ്, പിന്നെ എനിക്ക് സ്കൂളുണ്ട്. ഞങ്ങൾ സ്കൂളിൽ നിന്ന് അങ്ങനെ പോവായിരിക്കും, ഞാൻ ടീച്ചറും മാത്രം. അപ്പോൾ ഇവർക്കൊക്കെ ഇന്നത്തെ ദിവസം എല്ലാവർക്കും കൂടായിരുന്നു. അപ്പോൾ കൂട്ടുകാരെ, പിന്നെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ. അപ്പം ഇനി പുതിയതായിട്ട് കാണുന്ന കുറേ കൂട്ടുകാരുണ്ട്. അവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചിട്ടുണ്ട്. നമ്മളെ വീഡിയോ കണ്ടാൽ ഇന്നലെ നമ്മളെ വീഡിയോ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുള്ളൂ. അപ്പം നിങ്ങളെ ഓരോ ലൈക്കുമാണ് നമുക്ക് വേണ്ടത് കേട്ടോ. പിന്നെന്താ വേണ്ടത്? ഷെയർ ചെയ്യുമാണല്ലേ. ഓനിക്ക് വേണ്ട എന്താ ഐസ്ക്രീം. പിന്നെന്താ കുഞ്ഞാൾക്ക് വേണ്ട? അതിൻ്റെ പല്ലിൻ്റെ കോലം എന്താ? ഓനിക്ക് രാത്രി ഇപ്പം എന്നും പല്ലുവേദന ഉണ്ടോ? ഓനിക്ക് പല്ലുവേദന വെച്ചാൽ എനിക്കല്ലേ ഇപ്പം ആ വേദന കേടുണ്ടാവുക. ഓൻ പെരുംജാതി കരച്ചില്ല കരന്നിട്ട് അപ്പം ഞാൻ വെച്ചു എനിക്ക് എന്നാൽ മഞ്ഞപ്പൊടി ഉപ്പും തരട്ടെ. മഞ്ഞപ്പൊടി ഉപ്പും തേച്ചിട്ടുണ്ടെങ്കിൽ പല്ലുവേദന കുറയട്ടെ. അപ്പം എന്താ അറിയോ, മഞ്ഞപ്പൊടി ഉപ്പും തട്ടുന്ന ഭാഗത്ത് ആ നീരങ്ങ് വലിഞ്ഞു പോകുമല്ലോ. അപ്പം അങ്ങനത്തെ പല്ലുവേദന. പിന്നെ നമ്മൾ എന്താ തേക്കല്? യൂക്കാലിപ്സ്. അതും തേച്ച് കൊടുക്കും കേട്ടോ. അല്ല ഇതിനൊന്നും ഉറക്ക് പിന്നെയും മഞ്ഞപ്പൊടി ഉപ്പും മാറിയില്ലെങ്കിൽ പിന്നെയും മഞ്ഞപ്പൊടി ഉപ്പിട്ട് തേക്കും. അങ്ങനെ എല്ലാം തേച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടി ഉറങ്ങൂ അല്ലേ. കുഞ്ഞു കുട്ടീൻ്റെ കുളിയെല്ലാം കഴിഞ്ഞു അല്ലേ ഗൈസ്? അതാണ് ഞങ്ങളെ വിക്സ്. ഇത് നിച്ചുമോൻ കാണിച്ചിരുന്നത്. ഇതാണ് ഞങ്ങളെ ഫോൺ വെക്കുന്ന സാധനം. നമ്മളെ കുഞ്ഞാവയുടെ കുഞ്ഞാവ ഉറങ്ങിക്കേട്ടെ ഗൈസ്. നമ്മളെപ്പച്ചോ അതെല്ലാം പറഞ്ഞു കൊടുക്കേ. ഉപ്പച്ച ഉറങ്ങിയ സത്യം പറഞ്ഞു കൊടുക്കും. എനിക്ക് നോണ പറയുന്നവർക്ക് ഇഷ്ടമുണ്ടാവില്ല. നീച്ചൂട്ടാ ഇപ്പൊ ചെറുക്ക പോയേ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ മൂഡോ അത് ശരിയല്ല. ഇപ്പച്ചി ടൂർ പോയിക്കാന്ന് പറയുന്നത്. ഇപ്പച്ചി എടുക്ക ഓടാൻ പോയതാട്ടോ, വണ്ടി ഓടാൻ. അപ്പോൾ ഇക്ക ഇനി 4 മണിയൊക്കെ ആകുമ്പോൾ വരും. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് പോകണ്ടല്ലേ. ഇപ്പോൾ രാത്രി 7 മണിയൊക്കെ ആകുമ്പോഴത്തേന് പോകാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പണിയൊക്കെ ഇന്ന് രാത്രി ഭക്ഷണമൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഞാനെന്താ കരുതി, ഒരു ചോറും കയ്പ്പൊക്കെ ഉണ്ടായിരുന്നു പെരിയക്കാലിൽ. അതങ്ങോട്ട് ഉള്ളിയും തക്കാളിയും മാറ്റിയിട്ട് അത് കറിയും വെച്ചു കേട്ടോ. പിന്നെ കുട്ടികൾക്ക് ഇനി മുട്ട പൊരിച്ചെടുക്കും ചെയ്യാന്ന് കരുതിയിട്ടാണ്. തരം മുട്ട. അപ്പം നമുക്ക് നിച്ചുമോനിക്ക് ചോറ് വാരി കൊടുക്കട്ടെ ഗെയ്സ്. അപ്പം ഞാൻ ചോറ് കൊടുത്ത് കഴിഞ്ഞിട്ട് വരാം ഗെയ്സ്. പിന്നെ ഇപ്പം എന്താ പറയാനുള്ളത് ഇന്നത്തെ വിശേഷങ്ങൾ? അന്ന് ഞങ്ങൾ ഉമ്മാൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല. ഞങ്ങൾ ഇന്ന് തിരിച്ചു പോരുമ്പോൾ ഉമ്മാൻ്റെ അടുത്ത് നിൽക്കണം എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അതും കൂടി പറയട്ടെ കേട്ടോ, മുത്തോലോട് പറഞ്ഞു കൊടുക്കട്ടെ കേട്ടോ. പിന്നെ പറഞ്ഞ പോലെ എന്നാ ഓക്കെ ഗെയ്സ്, ഞാൻ എനിക്ക് ചോറ് വാങ്ങിയിട്ട് വരാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഉമ്മാൻ്റെ അടുത്ത് നിൽക്കണം എന്ന് കരുതിയിട്ടാണ് കേട്ടോ. കാരണം എന്താ പറയുക, നാളെ ഞാൻ ഇന്നലെ ലൈവ് ഇട്ടീനല്ലോ പോകുന്നത്, ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പം ഞാൻ പിത്തസഞ്ചിയിലെ കല്ല് എന്തായിന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹോമിയോ കുടിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്ന് സ്കാൻ ചെയ്തിട്ട് വരുന്നുണ്ട് തന്നെ. അപ്പോൾ ഞാൻ ഇന്നലെ സ്കാൻ ചെയ്യാൻ പോയിട്ടോ. സ്കാൻ ചെയ്യാൻ പോയിട്ട് മക്കളെ എൻ്റെ പിത്തസഞ്ചിത്തെ കല്ല് കാണുന്നില്ല.
അത് പോയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അത് പിത്തസഞ്ചി ചുരുങ്ങിയിട്ടാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് അങ്ങനെ ഡോക്ടർ പറഞ്ഞു കേട്ടോ. അത് ചിലപ്പോൾ രാവിലത്തെ ഭക്ഷണം എന്താ വെച്ചാൽ ചില ഭക്ഷണം കഴിച്ചാൽ ചുരുങ്ങൂത്ര, അങ്ങനെയൊക്കെ നമുക്കറിയില്ലല്ലോ. അപ്പം നാളെ ഫാസ്റ്റിങ്ങിൽ ഭക്ഷണം കഴിക്കുന്ന മുന്നേ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കും പിത്തസഞ്ചിത്തെ കല്ല് പോവട്ടെ. 13 mm വലിപ്പമുണ്ടായിരുന്നു ഫസ്റ്റ് ഞാൻ സ്കാൻ ചെയ്തപ്പോൾ. പിന്നെ ഞാൻ ഹോമിയോ മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തത് 11 mm ആയി. പിന്നെ ഞാൻ നല്ല ഒരു ദിവസം, എനിക്കിതുവരെ വേദന വന്നിട്ടുണ്ടായില്ല, അന്നൊരു ദിവസം വേദന വന്നു. ഹോമിയോ മരുന്ന് കുടിച്ചതിന് ശേഷം എനിക്ക് വേദന വന്ന്. ആ വേദന വന്നപ്പോൾ ഞാൻ നിലമ്പൂരുണ്ടല്ലോ ഒരു ഇത് കല്ലെല്ലാം പോയി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ വീഡിയോ എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അത് നോക്കി കണ്ടിട്ട് ഞാനും പോയി ഒരു ബോട്ടിൽ മരുന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെതാണോ ഹോമിയോ മരുന്നിൻ്റെ എന്താ ചെയ്യുക റബ്ബേ, എൻ്റെ പിത്തസഞ്ചിയുടെ കല്ലങ്ങ് പോയി കിട്ടണം. നാളെ സ്കാൻ ചെയ്യുമ്പോൾ കാണാതിരിക്കട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. അതാണ് ഇപ്പോൾ വേണ്ടത്. എന്തായാലും ഡോക്ടർ ഞാൻ ലേറ്റുണ്ടായി സ്കാൻ ചെയ്ത് ഒത്തുണ്ടാക്കില്ല. അവർക്ക് പറഞ്ഞു സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ മെനക്കെട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അതിൽ ഞാൻ ഡോക്ടറോട് ചില ഡോക്ടറെ കല്ലിനെ കാണുന്നില്ല വെച്ചിട്ട് സ്കാൻ ചെയ്യുന്ന ഡോക്ടറോട് ഞാൻ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു എന്താ മരുന്ന് കുടിക്കുന്നുണ്ടോ അങ്ങനെയല്ലേ ചോദിച്ചു. ആ മരുന്ന് കുടിക്കുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇപ്പോൾ പിത്തസഞ്ചി ചുരുങ്ങിയിട്ടുള്ളത്, അതുകൊണ്ട് നാളെ ഫാസ്റ്റിങ്. അതിൽ ഞാൻ പറഞ്ഞു അങ്ങനെ പച്ചമരുന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഹോമിയോ മരുന്ന് ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല കല്ല് പോയിക്കോ വെച്ചു. അപ്പോൾ ഒന്നും കാണുന്നില്ല, നാളെ രാവിലെ ഫാസ്റ്റിങ്ങിൽ വന്നിട്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഞാൻ അതിൻ്റെ മറുപടി തരും കേട്ടോ. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് നാളെ സ്കാൻ ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. പിന്നെ തൈറോയിഡും ചെക്ക് ചെയ്തു. ചിരിക്കണ്ട, വെറുതെ ചിരിക്കുന്നവന്. തൈറോയിഡും ചെക്ക് ചെയ്തു കേട്ടോ. തൈറോയിഡും കുഴപ്പമൊന്നുമില്ല, അധികമായിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഒരു ആശ്വാസം. അങ്ങനെ ഇന്നലെ കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ചുരുങ്ങിക്കാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര കല്ല് പോയിട്ടുണ്ടാവുന്ന ഞാൻ എൻ്റെ മനസ്സിലെ വിശ്വാസം റഹ്മാനെ നാളെ ഇനി കല്ലുണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ കൂട്ടുകാരി നമ്മളെ 10 ദിവസം നീച്ചു. അപ്പം ഞാൻ ഒച്ച ഉണ്ടാക്കല്ലോ അവൻ 10 ദിവസം നീച്ചു. അപ്പം ഇനി നമുക്ക് അധികം വീഡിയോ എടുക്കുന്നത് എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണട്ടെ. നാളത്തെ ഞാൻ സ്കാൻ ചെയ്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ നാളെ വരണ്ട കേട്ടോ. എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നാളെ പറഞ്ഞുതരാം. പിന്നെ ഇന്ന് ഞങ്ങൾ വൈകുന്നേരം ഫോണിന് കാത്തിക്കുന്ന ഉപ്പച്ച് കാണണ്ട. ഇന്ന് വൈകുന്നേരം ഞാൻ പറഞ്ഞില്ലേ ലക്ഷ്മി ചേച്ചിൻ്റെ അടുത്ത് കല്യാണത്തിന് പോകണ്ട, അതിൻ്റെ വിശേഷങ്ങളിലെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഹോസ്പിറ്റൽ ഇതിന് സ്കാനിങ് എടുക്കാൻ പോകുന്നതും അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറൊരു വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്കിന്ന് നിൽക്കുക അതിൻ്റെ ചെയ്യട്ടെ. അപ്പോൾ ഇന്ന് കൂടുതലായിട്ടും പറയില്ല. അപ്പോൾ കൂട്ടുകാരോടൊക്കെ പറയും. അപ്പോൾ കൂട്ടുകാർ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.